ഇമ്മാതിരി ഇടപാട് നമ്മൾ തമ്മിൽ ശരിയാവില്ല. കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച എങ്ങോട്ടോ അങ്ങോട്ടൊക്കെ വേണ്ടി വരും. അല്ലാതെ അവനാ പിടിച്ച കൊമ്പിന് 3 മുയലെന്ന് പറഞ്ഞിരിക്കണ സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയാവില്ല. ആ ഇടപാട് ശരിയല്ല. ആ നോക്കട്ടടോ. ആ എൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ ഈ ബിസിനസ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഊഷ്മളതയൊക്കെ എനിക്കും ഉണ്ടാവും. ഇങ്ങോട്ട് വരണ്ട. നിങ്ങളോടല്ല കയറിപ്പോയി. എങ്ങനെ വരണ്ടെന്നല്ല പറഞ്ഞത്. ആ പിന്നെ പൂളപ്പൊരിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്ര മോശം ബിസിനസ്സാണ് നിങ്ങളെ വിചാരം? അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. നിങ്ങളങ്ങോട്ട് കേറിക്കോളി. ജാസ്മിന, അന്റെ പൂളപ്പൊരി ഇതാ വന്നെ, കൂട്ടിക്കൊണ്ടേക്കോ. ആ എന്താ പറഞ്ഞിട്ട്? 1 കിലോ പൂള നൈസാക്കി കഴിഞ്ഞാല് എത്ര പാക്കറ്റ് ഉണ്ടാവുന്ന എന്റെ വിചാരം? ഇടപാടൊക്കെ വേഗം നടക്കും ചെയ്യും, കായ് വെള്ളത്തിലാവുകയില്ല. ഇങ്ങനത്തെ ഒരു ബിസിനസ് ഞാൻ ആദ്യമായിട്ടാണെങ്കിലും വേറെ പല ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അതാ പറഞ്ഞത്. അന്തരണീയമായ പല കാര്യത്തിലും കാർമണ്യം സ്വാംശീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ക്രിയാവൽക്കരിതമായി എനിക്ക് പറയാൻ പറ്റും ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കുന്നു. നിങ്ങളെ കായ്ക്കുള്ള ഗ്യാരണ്ടി ഞാൻ തരുന്നു. കിണറയിനി ആരും കണ്ടില്ല. ഇതെന്താ തന്ത നിങ്ങൾ മാതിരി കോമഡി കാട്ട പല്ലിന്റെ മാതിരി കൊക്കണത്? ഒന്നുമില്ല, ഞാൻ എന്റെ ഫോൺ വിളി കാണുകയായിരുന്നു. നിങ്ങളെന്താ അതുവരെ എന്റെ ഫോൺ വിളി കണ്ടില്ല? കണ്ടിട്ടുണ്ട്, പക്ഷെങ്കി ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിലേ കിണറ്റിൽ കിടന്നിട്ടുള്ള വിളി കാണായിരുന്നു. ഫോൺ വിളിയല്ല, എന്റെ മേല വിളി. അല്ല ഇന്ത്യക്ക് അന്റെ സ്ഥലത്തിന് ഇടപാടൊക്കെ നടക്കണില്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടായില്ല. എന്റെ പേര് വിളിച്ചത് എനിക്ക് ഞാൻ തന്നെ നല്ലൊരു പേരിട്ടിട്ടുണ്ട്, അൽതാഫ് ഫാറൂഖ് ഗസാനി. ആവൂ, ഇതൊന്നല്ലല്ലോ, ഇതൊരു 3-4 ആളെ പേരിന്റെ ഇന്ത്യക്ക്. പിന്നെയും വിളിച്ചു മൈ മമ്മി റിട്ടേൺസ്. എന്റെ ഉമ്മാക്ക് പറ്റിയൊരു അബദ്ധം. ആര്? ഞാനല്ല, എന്റെ പേര്. പക്ഷെ ആ പേരാരെങ്കിലും വിളിച്ചാല് എന്റെ പട്ടി വിളി കേൾക്കും. എന്തേ ഉമ്മ? ഞാനേ പെട്ടെന്ന് വിളിച്ചപ്പോളേ. ഓല എത്ര നേരായി വന്നിട്ട്, ചെന്ന് 2 വർത്താനം പറയും. അല്ലെങ്കിൽ ഓൽക്ക് എന്താ തോന്നുക? 2 വർത്താനം പറയണമെന്ന് ഞാനും കുറെ കാലമായി വിചാരിക്കണേ. മാറിക്കാണി, ഇമ്മാതിരി ഒരു ചാൻസ് ഇനി കിട്ടൂല. 1 ഗ്ലാസ് കൂടി. ആ എന്തൊക്കെ വർത്താനം? എന്ത് മോനെ, അങ്ങനെ പോണ്. നിങ്ങൾ വന്നപ്പോ ഞാൻ ഫോണിലായതുകൊണ്ടേ അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്താ മനാഫളിയനെ കൊണ്ടുവരാഞ്ഞ്? ഓന് തിരക്കല്ലേ? അല്ല, ഇപ്പോഴും പോരെടുക്കലുണ്ടോ? അല്ല മോനെ, ഞാൻ ഉമ്മാന്റെ കാര്യമല്ല പറഞ്ഞത്, ഓളെ കാര്യ. എല്ലാരും വിചാരം എന്റെ അടുത്താ കുറ്റന്നാ. ഓള് കാട്ടിക്കൂട്ടണമെന്ന് ആർക്കും അറിയണ്ട. ശരിയാ, ഇങ്ങനത്തെ ജാതിനൊക്കെ മുക്കാലിയിൽ കെട്ടി ചാട്ടവാർ തല മാറി തല്ലണം. അപ്പൊ നിർത്തും പോര്. നിങ്ങൾ ചായ കുടിക്കി, ഒക്കെ നേരാവും. എനിക്ക് കുറച്ച് ഇടപാട് കൂടി ഉണ്ട് പുറത്ത്. അല്ല, ഫൗസിയനെ നമുക്ക് ഇങ്ങനെ നിർത്തിയാ മതിയോ? എന്നാലേ ഇവിടെ ഇരുന്നോ. ഞാനോളെ കസാലയിൽ പിടിച്ചിരുത്തുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ അവിടെ തന്നെ ഇരുന്നോന്ന്. ഇതിലേതെങ്കിലും ഒന്ന് പറയ്. എന്നാ അവിടെ തന്നെ നിന്നോ. അല്ല, ഇവള് കാര്യം തീർത്തപ്പോ പൊരേ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലത്രായി? കൃത്യമായിട്ട് പറഞ്ഞാല് 3-3.5 കൊല്ലായി. അപ്പൊ ഇനി തീരെ നിർത്താൻ പറ്റൂല. എത്രയും പെട്ടെന്ന് ഞമ്മളെ പൊരേന്ന് ഇവളെ വിവാഹമോചനം നടത്തണം. ഒരു കല്യാണം നടത്തിയാൽ ഞമ്മളെ പൊരേന്ന് ഇവൾക്ക് ഒരു മോചനം കിട്ടുമല്ലോ. അതാണ് ഞാൻ ഇംഗിതപ്പെട്ടത്. അതിന് പറ്റിയൊരു ചെക്കൻ വരണ്ടേ? ഇവളെ കെട്ടാൻ വരണോന്നൊന്നും ചെക്കനെന്ന് പറയാൻ പറ്റൂല. ഒരു പരുത്ത പടു. എന്നാലും ഞാൻ ഓക്ക് പറ്റിയ നല്ല തണ്ടും തടിയുള്ള ഒരുത്തനെ കണ്ടുവച്ചിട്ടുണ്ട്. നാളെ തന്നെ കൊണ്ടുവരാം. നേരാണ് അമ്പിച്ചേ. അൽതാഫ് ഫാറൂഖ് ഗസാനി.